ഹലോ, രതീഷ് പരപ്പനങ്ങാടി. ഇതാണ് നമ്മളെ ഉമ്മച്ചേച്ചി കേട്ടോ. ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞാവണ ഞാൻ ചെറിയ കുട്ടിയാവണ സമയത്ത് അന്നും ഉമ്മച്ചേച്ചി ഇതാ പശുവിനായിട്ടാണ് നടക്കാറ്. ഉമ്മച്ചേച്ചീൻ്റെ അടുത്ത് എപ്പോഴും ഒരു പശു ഉണ്ടാവും. അതിൻ്റെ പാലാണ് നമ്മളൊക്കെ ഇവിടെ മേടിക്കാറ്. ഇപ്പോൾ അവരിന്നിപ്പോൾ പുതിയൊരു പശുവിനെയും ഒരു കുട്ടീനെയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കണ്ട് നിൽക്കുക എല്ലാവരും. കുറേ ആളുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി പശു, നല്ലൊരു കുട്ടിയും. അപ്പോൾ നമുക്കൊക്കെ ഇനി നല്ല പാല് കിട്ടും. അപ്പോൾ ഇതൊക്കെ കാഴ്ചക്കാരാണ്, ഇതൊക്കെ ഇഷ്ടംമാതിരി ഇതൊക്കെയാണ്. അവരുടെ പശുവിനെ കാണാൻ വരുന്ന ആളുകളാണ്. കുറവായി ഓടി പോകുന്നുണ്ട്. നമ്മളെ മിയു, നമ്മളെ ധ്രുവ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഉമ്മച്ചേച്ചി പുതിയ പശുവിനെ വാങ്ങി പറഞ്ഞപ്പോൾ കാണാൻ വന്നത്. അത് നമ്മളെ കൊടപ്പാളി കൂടെയാണ് വന്നത്. അവിടുന്ന് ഇത് ഇറക്കുന്ന സമയത്തുള്ളൊരു ചെറിയൊരു വ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇറക്കുന്ന സമയത്തുള്ള വ്യൂ ആണത്. നല്ല അടിപൊളി നല്ല പശു കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല പശു. അതുപോലെ തന്നെ അതിൻ്റെ കിടാവ് കുട്ടി നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. ആൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉമ്മച്ചിക്ക് ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടാവട്ടെ. ഇതിലൂടെ പാലൊക്കെ ഒരുപാട് വിൽക്കാനുള്ള കഴിയട്ടെ എന്ന് വിചാരിക്കണം. അന്നും ഇന്നും ഉമ്മച്ചേച്ചി നമ്മളെ പരപ്പനങ്ങാടി കൊടപ്പാളി ഉമ്മച്ചേച്ചിനെ പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവില്ല. ആ പാൽ സൊസൈറ്റിയിലേക്കൊക്കെ എപ്പോഴും കാണാം. നമ്മളെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ് ചേച്ചീനായിട്ട്.